ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്താവശ്യമാണ്? പെർസെൻറ്റേജ് ഓഫ് വോട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ഒരു 30% ഒക്കെ ചുമന്നിരുന്ന ഇന്ത്യൻ ഭൂപടത്തിൽ നിന്ന് അവർ വളരെ കുറച്ചിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈ രാഷ്ട്രീയത്തിൽ പരിചയമുള്ള ആൾക്കാരെ ജനങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പരീക്ഷണം നടത്താൻ ഒരു സമയമില്ല ഇത്. അതുകൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീകള് കഴിവുള്ളവരല്ല എന്നാണോ മേയർ പറഞ്ഞു വരുന്നത്? ഒരിക്കലും ധൈര്യമില്ല, പരീക്ഷണം നടത്താൻ തയ്യാറല്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പരീക്ഷണം നടത്താൻ പറ്റിയ സാഹചര്യമല്ല, സ്ത്രീകളുടെ പരീക്ഷണ വിഷയമല്ല കേട്ടോ. സ്ത്രീകളെ പരീക്ഷിക്കേണ്ട ഒരു വസ്തുവല്ല. ഭാരതത്തിൽ കാണാൻ സാധിക്കില്ല. കാരണം ഇവിടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻ, സ്മൃതി ഇറാനി, നമ്മുടെ രാഷ്ട്രപതി തുടങ്ങിയിട്ട് ഉന്നതമായിട്ടുള്ള പദവികൾ നിലവിൽ മന്ത്രിയായിട്ട് തന്നെ തുടരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ശൈലജ ടീച്ചർ നമ്പർ 1 ആയി വരുന്നു എന്ന സമയത്താണ് ടീച്ചറെ പിടിച്ചിട്ട് അങ്ങ് ടക്ക്. ഇപ്പൊ വടകരയിൽ ഇട്ടിട്ടുണ്ട് പാവം. ഒരുമിച്ച് നിൽക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളായി വ്യത്യസ്ത പാർട്ടികളായിട്ട് പ്രതികരിക്കുന്നതിന് ഒരു പ്രശ്നമുണ്ട്. ഇല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം കേരം തിങ്ങും കേരള നാട്, KR ഗൗരി ഭരിക്കും എന്നുള്ള തരത്തിലൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഇലക്ഷനെ നേരിട്ടിരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ KR ഗൗരി അമ്മ എവിടെയും ഇല്ലാതെ പോയി. അപ്പോൾ ഒരു മുഖ്യമന്ത്രി പദം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര കാലമായിട്ടും നവോത്ഥാനം എന്ന് പറയുന്നു, സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നു. മാർച്ച് 8-ാം തീയതി രാത്രി മേയറും ഞാനും ഒക്കെ നടന്നിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട്. രാത്രി മിഡ്നൈറ്റ് യാത്രകൾ നടത്താറുണ്ട്. പക്ഷെ അത്തരത്തിൽ കേരളം വളരെ മുന്നോട്ട് പോയി എന്ന് അവകാശപ്പെടുമ്പോഴും ഒരു മുഖ്യമന്ത്രി പദം അതൊരു സ്ത്രീക്ക് നൽകാൻ ഇന്ന് വരെ ഇവിടെ സാധിച്ചിട്ടില്ല. LDF ഉണ്ട്, മത്സരിക്കാത്ത ശ്രീ കെ നായനാറിനെ പിടിച്ചു കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കി. ഇതൊക്കെ കേരളത്തിലെ ഞാൻ ചോദിക്കുന്നത്, ഈ കേരളം ഒരു മനുഷ്യ വിഭാഗത്തിൻ്റെ ഒരു കൾച്ചറുണ്ട്, അവരുടെ ഒരു സംസ്കാരം, അതിനകത്തൊരു മനഃശാസ്ത്രമുണ്ട്. അത് പ്രകാരം നമ്മുടെ ജനങ്ങൾക്ക് ഇപ്പോഴും സ്ത്രീകൾക്ക് പോലും സ്ത്രീകളെ വിശ്വാസമില്ല, അല്ലെങ്കിൽ അവരൊരു നേതാവാകുന്നു എന്ന് വരുന്നത് താല്പര്യമില്ല എന്ന് തെളിയിക്കപ്പെട്ട ഒരു സമൂഹത്തിലല്ലേ ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും മാറി വരേണ്ടതുണ്ട്. നമ്മളെല്ലാവരും വാസ്തവത്തിൽ പരസ്പരം പോരടിക്കാതെ എല്ലാവരുടെ രാഷ്ട്രീയ പാർട്ടി, എനിക്കൊന്നും ലീഗിൽ ഒട്ടും ഉണ്ടായില്ല, ആകെ ഒരു പരീക്ഷണാർത്ഥം നിർത്തിയതായിരുന്നു വാസ്തവ നൂർബിന റഷീദ്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്ര പ്രഗത്ഭയായ ഒരു നേതാവിനെ തോൽപ്പിച്ചു എന്ന് ചോദിച്ചാൽ ജനങ്ങൾ ആ തലത്തിലേക്ക് ഉയർന്നിട്ടില്ല. അതാണ് അവരുടെ ആ രാഷ്ട്രീയ പാർട്ടിയിലെ ജനം. അപ്പോൾ അത് നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തല്ല. നമ്മൾ 3 പേര് സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം ലോക്സഭയിലും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ അസംബ്ലിയിലും നമുക്ക് ലഭിക്കണം. ഇപ്പോൾ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്.